Hi, welcome to Coolstock YouTube channel. November 19th Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത, ഇന്ന് എക്സ്പയറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം വെനസ്ഡേ മാർക്കറ്റ് ഓപ്പണായി. നമ്മൾ യൂഷ്വലി അനലൈസ് ചെയ്യുന്ന പോലെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ റീഡിങ് എടുക്കണം. അപ്പം ഇപ്പം മണി 9:23 മിനിറ്റായി. അപ്പം ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ് ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആണ്, സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇന്ന് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന നേരത്ത് ഓപ്പൺ ആയി ആദ്യത്തെ കാൻഡിൽ കഴിഞ്ഞ ശേഷം മാർക്കറ്റിൽ ടേബിള് റീഡ് ചെയ്യുന്നത് പോസിറ്റീവ് അല്ലായിരുന്നു. അതെ, അപ്പം അത് നമ്മളിപ്പം ബാരിഷ് ആയിട്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ബാരിഷ് ആണ്. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ, POC, സ്ട്രെങ്ത്, സീറ്റ, സിഗ്മ, വോളിയം നെഗറ്റീവാണ് കാട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു പീക്കുള്ള സാധ്യതയാണ് ഈ ടേബിളിൽ നമ്മൾ റീഡ് ചെയ്യുന്നത്. നമുക്ക് അത് കഴിഞ്ഞ് ഒരു 9:23 ആയപ്പോഴാണ് വോളിയം അത്യാവശ്യം ബിൽഡായി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷായി തുടങ്ങി, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷായി, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ മീഡിയ ആണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ആ ഇതിൽ നമുക്ക് സ്ട്രൈക്ക് വരേണ്ടത് CE ആയിരുന്നു, പക്ഷെ വന്നത് PE ആണ്. 9:29 ആൽഫ കാൻഡിൽ കൺഫേം ആയി കഴിഞ്ഞപ്പം വന്ന് സ്ട്രൈക്ക് 25,900 PE. യെസ്, 9:29 കാൻഡിൽ 9:30 ക്ലോസ് ആവുന്ന നേരത്ത് എന്താണോ സിഗ്നൽ സസ്റ്റെയിൻ ആവുന്നത് ആ സിഗ്നൽ ആണ് നമ്മൾ സ്ട്രൈക്കിലേക്ക് മാറേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റീഡ് ചെയ്ത് എടുക്കേണ്ടത് എത്ര സ്റ്റാർ ഉണ്ട് എന്നുള്ളതാണ്. ഇത് 2 സ്റ്റാർ ആണ്. 2 സ്റ്റാർ വന്നു കഴിഞ്ഞാൽ 1 സ്റ്റാർ, 2, 3, 4, 5 അങ്ങനെ 5 സ്റ്റാർ ആണ് ഇതിനുണ്ടാവുക. അല്ലെങ്കിൽ 5 സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റീഡ് ചെയ്യാൻ പറ്റും. ഈ സിഗ്നൽ ഇപ്പം 2 സ്റ്റാർ ആണ്. 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു 55 to 60% മാത്രമേ ടാർഗറ്റ് എത്താനുള്ളൊരു സാധ്യത ഉള്ളൂ. 3 സ്റ്റാറും 4 സ്റ്റാർ ആണെങ്കിൽ അതൊരു 70-75% അടുത്ത് വരും. 5 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അബവ് 80% നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പം സ്ട്രൈക്ക് ഇട്ട് നോക്കാം. ഇൻഡെക്സിൽ ഇപ്പം സീറ്റ പോസിറ്റീവായി, വോളിയം പോസിറ്റീവായി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സ്ട്രൈക്കിലേക്കാണ് പോകേണ്ടത്. ഇനി 25,900 PE 25,900 PEയിലേക്ക് പോവാം. നമുക്ക് 25,900 PE അവിടെ 9:30 ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് സ്ട്രൈക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. സ്ട്രൈക്കിലേക്ക് വരുന്ന നേരത്ത് ഈ സ്ട്രൈക്കിൻ്റെ ബൈ പ്രൈസ് 132, ടാർഗറ്റ് 148, സ്റ്റോപ്പ് ലോസ് 116. പക്ഷേ ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഇത് പറയുന്നത് ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഓൾറെഡി. അടുത്ത മിനിറ്റിലെ 9:30 കാൻഡിൽ ഇത് ഓർഡർ എക്സിക്യൂട്ടായി. പക്ഷെ ഇവിടെ വോളിയം ആ നേരത്താണ് ബിൽഡായത്. സീറ്റയും സിഗ്മയും നെഗറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്, ട്രെൻഡ് ബാരിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്. സ്കോറ് 1/3 ഉള്ളൂ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രതീക്ഷ നമുക്ക് ഇന്ന് നൽകുന്നത് ഈ സ്ട്രൈക്ക് 25,900 PE സ്ട്രൈക്കിൽ വോളിയം ചെറുങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ആണ്. അതുകൊണ്ട് ഇത് എബവ് ഒരു 50% എങ്കിലും ഇത് ടാർഗറ്റ് എത്താനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. അടുത്ത കാൻഡിൽ കഴിഞ്ഞു, താഴത്തേക്കാണ് പോയത്. നമ്മളുടെ ഇന്നത്തെ ടാർഗറ്റ് ബൈയും സെൽ പ്രൈസിൻ്റെ ഇടയിൽ 16 റുപ്യയാണ്. 16 റുപ്യേൻ്റെ 50% എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 8 റുപ്പീസ് കിട്ടണം. നമുക്കൊരു 132 ബൈ പ്രൈസാണ്. 132 ബൈ പ്രൈസിൽ നമുക്കൊരു 8 റുപ്യ കൂടിയാൽ നമുക്ക് എന്ത് വരണം? 140 എങ്കിലും വരണം. 140 ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് എക്സിറ്റ് ചെയ്താലും തെറ്റില്ല. നമ്മൾ ഇന്ന് എക്സിറ്റ് ചെയ്തത് അവിടെ നിന്നാണ്. ആദ്യത്തെ ട്രേഡ് നമ്മൾ എടുത്തു. ഈ വോളിയം ബിൽഡപ്പ് ആദ്യം കുറവായതുകൊണ്ടും ഇതിൽ ഇൻഡെക്സിൽ ബൈക്കുള്ള സിക്കുള്ള സാധ്യത കണ്ടുകൊണ്ട് ഇവിടെ സ്ട്രൈക്കിൽ
നമ്മൾ ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എടുത്തത് വെച്ചിട്ട് 8 റുപ്പീസ് 50% ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ഇട്ടത്. 50%ൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 50%ൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് എന്താണ് അടുത്ത സാധ്യത? ഇതേപോലെ രണ്ടാമതും. കാരണം ഇവിടെ നമ്മൾ ഈ ടേബിളിനെ റീഡ് ചെയ്യേണ്ടത് പലപ്പോഴും ഇതിൽ ഓളിയം ബിൽഡ് ആവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 9:32 9:32 ആദ്യം നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആയതാണ്. അത് കഴിഞ്ഞിട്ടുള്ള 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ ഓളിയം ഡ്രോപ്പായി. പക്ഷെ രണ്ടാമതും ഓളിയം ബിൽഡ് ആവുന്നുണ്ട്. അങ്ങനെ ഓളിയം ബിൽഡ് ആവുന്ന നേരത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ട്രേഡ് എടുക്കാൻ പറ്റുന്ന, ഇവിടെ ഇപ്പോൾ ഓളിയം ബിൽഡ് ആയത് കണ്ടോ? ഒരു ക്യാൻഡിൽ ഓളിയം ബിൽഡ് ആയിട്ടുണ്ട്. 9:33 34 ബിൽഡ് അതെ, ബിൽഡ് ആയിട്ടുണ്ട്. അങ്ങനെ ബിൽഡ് ആവുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്, ഇവിടെ ഇപ്പം എല്ലാം പോസിറ്റീവ് ആണല്ലോ കണ്ടത്. റിസ്ക് എടുക്കാണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 8 റുപ്യ 50% പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് അടിക്കുക. രണ്ടാമതും ഇത് ഇതേ ലെവലിൽ വരുമ്പോൾ സെക്കൻഡ് ബൈ പിന്നെയും 3 ലോട്ട് ബൈ ചെയ്യുക. അവിടെയും 8 റുപ്യ വരുമ്പോൾ എക്സിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 1:32 വാങ്ങി 1:48 എക്സിറ്റ് ചെയ്യുന്നിടത്ത് കിട്ടുന്ന 16 റുപ്യ 2 ട്രേഡിലായിട്ട് നമുക്ക് ആ ട്രേഡ് എടുക്കുക. ഇന്ന് നമ്മൾ അങ്ങനെ ട്രേഡ് എടുത്തു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഹോപ്പ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഇവിടെ രണ്ടാമത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 2 പ്രാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇന്നത്തെ ട്രേഡ് അവിടെ വെച്ച് നിർത്തി. എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റബിളായി. അങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള ഒരു സ്ക്രീന്, ഫുൾ ഗ്രീനുള്ള സ്ക്രീന് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ട്രേഡിനും കൂടി ഇതിൽ സ്കോപ്പ് ഉണ്ട്. പക്ഷേ അത് അടുത്ത ക്യാൻഡിലുകൾ വരുന്നേരത്ത് ഈ വോളിയം ബിൽഡായത് പിന്നെയും ഇറങ്ങാണ്. ക്യാൻഡിൽ മേലോട്ട് പോയപ്പോഴും വോളിയം ഡൗൺ കണ്ടതുകൊണ്ട് പിന്നെ അതിൽ റിസ്ക് ഉണ്ട്. ക്യാൻഡിൽ മേലോട്ട് പോകുന്നിടത്ത് വോളിയം പോകുന്നില്ല, അപ്പോൾ റിസ്ക് ആണ്. പിന്നെ അത് എടുക്കാണ്ട് നിൽക്കുന്നതാണ്. ഇപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത് 9:58 സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത്. അതിന് മുമ്പ് 2 ട്രേഡ് ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡ്, ഫസ്റ്റ് ട്രേഡിൽ 50%ഉം സെക്കൻഡ് ട്രേഡിൽ 50%ഉം ആയിട്ട് 100% 16 റുപ്യ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ ഒരുമാതിരി എല്ലാ ദിവസവും പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. അത് ട്രേഡ് ചെയ്യുന്നവരുടെ സ്കില്ലാണ്. അവർ ഈ ഇൻഡിക്കേറ്ററും ഈ ടേബിളും റീഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് ടേബിളും ഇൻഡിക്കേറ്ററും തമ്മിലുള്ള ആ ബന്ധം, അതിൻ്റെ ഒരു റിലേഷൻ, എങ്ങനെയാണ് ഇത് അലൈനായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഓക്കെ അക്ഷിത, ഇന്നത്തെ ഈ സ്ട്രൈക്കിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് കഴിഞ്ഞു. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.